അക്കലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്ററ്റിന്റെ റിസൾട്ടിന്റെയും റെക്ടിഫൈഡ് ആൻസർ കീക്കും വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ കുറെ പിള്ളേർ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, സാർ എന്താണ് ഇങ്ങനെ വൈകുന്നത്, റിസൾട്ട് റെക്ടിഫൈഡ് കീ എപ്പോൾ വരും, റിസൾട്ട് എപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു. കൂടുതലും നമുക്കറിയാം പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ട് ഇങ്ങനെ ബോർഡർ ലൈനിൽ നിൽക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷനും കാര്യങ്ങളും. നിങ്ങൾ ടെൻഷൻ എന്തായിരുന്നാലും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കാലങ്ങളിൽ വന്നിട്ടുള്ള റെക്ടിഫൈഡ് കീയും അതുപോലെ തന്നെ റിസൾട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ റെക്ടിഫൈഡ് കീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ടിന് അധികം താമസം ഉണ്ടാവില്ല. പിന്നെ കുട്ടികൾ ചോദിക്കുന്ന റെക്ടിഫൈഡ് കീയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ, പ്രൊവിഷണൽ ആൻസർ കീയിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുണ്ടായിരുന്നു, ഒരു വിദഗ്ധ സമിതിയാണ് നമുക്ക് കൊടുത്തിട്ടുള്ള മിസ്റ്റേക്കുകൾ പരിശോധിക്കുന്നത്. അപ്പൊ അവിടെ ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചേഞ്ച് ചെയ്യും. ചില കാറ്റഗറികളിൽ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ സെയിം പ്രൊവിഷണൽ കീ ആയിട്ട് വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതേ ആ പ്രൊവിഷണൽ കീ ആണ് പ്രത്യേകിച്ച് മിസ്റ്റേക്കുകളോ മാറ്റങ്ങളോ ഒന്നും ഇല്ലാതെ വന്നിട്ടുള്ളത്. ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും, ചില ഓപ്ഷൻസ് ഒക്കെ മാറി വരും. എന്തായിരുന്നാലും അധികം വൈകാതെ ഇപ്പോൾ ഈ ആഴ്ചയൊക്കെ നമുക്ക് റെക്ടിഫൈഡ് കീ പ്രതീക്ഷിക്കാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ അധികം വൈകാതെ തന്നെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ മുമ്പിലുള്ള അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ റെക്ടിഫൈഡ് കീ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് അധികം സമയം ഉണ്ടാവില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ എക്സാമുകളൊക്കെ പരിശോധിക്കുമ്പോൾ ആ നോട്ടിഫിക്കേഷന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മതിയാകാത്ത ഒരു ഡേയ്സ് ആണ് ശരിക്കും നോട്ടിഫിക്കേഷന്റെയും ആ എക്സാമിന്റെയും ഇടയിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കേറ്ററ്റ് ഈ പ്രാവശ്യം നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയും, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ വെറുതെ ഇങ്ങനെ വലിച്ചു വാരി പഠിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണും എക്സാമിന്റെ പാറ്റേണും ഒക്കെ അറിഞ്ഞുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകൾക്കും സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാരണങ്ങൾ ഒന്ന് അതാണ്. കുറെ ഇങ്ങനെ വലിച്ചു വാരി പഠിക്കും, എന്നാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡോ പാറ്റേൺസോ അനുസരിച്ചിട്ടുള്ള ഒരു പഠനമോ കാര്യങ്ങളോ വരാത്തത് കൊണ്ടും, പിന്നെ അവർ പഠിക്കുന്ന വിഷയങ്ങൾ സബ്ജക്റ്റുകൾക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ്. ചില ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ നന്നായിട്ട് പഠിക്കും, ചില വിഷയങ്ങൾ അങ്ങ് ഒഴിവാക്കും. അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ഈക്വൽ ആയിട്ട് എല്ലാ സബ്ജക്റ്റിനും ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അടുത്തൊരു എക്സാമിന് വേണ്ടി നിങ്ങൾ നേരത്തെ തന്നെ തയ്യാറാകുക. അടുത്തൊരു LP UP അല്ലെ വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ നിങ്ങൾ കേറ്റിട്ട് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം PSCയുടെ ടീച്ചിങ് പോസ്റ്റുകളിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇനിയും വരാനുണ്ട്. അപ്പൊ അത് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കേറ്റിട്ട് ക്വാളിഫൈഡ് ആയിരിക്കണം. ഓക്കെ, കേറ്റിട്ട് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ വരുന്ന LP UP ആയിരുന്നാലും അതേപോലെ തന്നെ മറ്റുള്ള സബ്ജക്റ്റുകൾ അറബിയോ ഹിന്ദിയോ സാൻസ്ക്രിറ്റോ ഡ്രോയിങ്ങോ ഏതായിക്കൊള്ളട്ടെ, PSC വിളിക്കുന്നതിൽ കേറ്ററ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നേടിയെടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മാറി നിൽക്കാനേ സമയം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒരു ഡ്രീമിന് വേണ്ടി കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേറ്ററ്റ് വെറും സ്വപ്നമായി മാറാതെ യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും സാധിക്കും. നമുക്കറിയാം, ഇവിടെ കാണുന്നത് പോലെ തന്നെ നമ്മുടെ കേറ്ററ്റിന്റെ K1 K2 അതേപോലെ തന്നെ കേറ്ററ്റ് 3, 4 ഹിന്ദി അറബി, ഇപ്പോൾ ഡ്രോയിങ്ങിന്റെ കേറ്ററ്റ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കേറ്ററ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കേറ്ററ്റ് സ്വിമ്മിങ്, ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഏതെങ്കിലും ഒരു സബ്ജക്റ്റുകൾ മാത്രമായിട്ട് കിട്ടുന്ന ഒരു ഏരിയ, പക്ഷെ അങ്ങനെയല്ല. ഇത് ഏതെടുത്താലും നിങ്ങൾക്ക് ആ ഫുൾ സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സാം എടുക്കുമ്പോൾ പ്രത്യേക റിവിഷൻ ലൈവുകളും റിവിഷൻ ക്ലാസ്സസും ഒക്കെ എക്സാമുകളും ഒക്കെ മോഡൽ എക്സാമുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അക്കലോറയിൽ കഴിഞ്ഞ കേറ്ററ്റും അതിന് മുമ്പത്തെ കേറ്ററ്റൊക്കെ പാസ്സായിട്ടുള്ള കുട്ടികൾ അവർ തന്നിട്ടുള്ള ഒരു ഫീഡ്ബാക്കും ഒക്കെയാണ് നമുക്കുള്ള ഒരു ബലം എന്ന് പറയുന്നത്. കാരണം സിമ്പിളായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു, അതാണ് സിമ്പിൾ മെത്തേഡിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി നൽകുന്നതാണ്. കാരണം ടഫായിട്ടുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു പൊതുവെ ആ പഠനം ഉപേക്ഷിക്കാൻ തന്നെ തോന്നും. പക്ഷെ മാക്സിമം വളരെ സിമ്പിൾ മെത്തേഡിൽ തന്നെ ഓർത്തു വെക്കാവുന്ന രൂപത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് ഇപ്പോൾ സർവീസിൽ കയറി എന്ന് പറയുമ്പോൾ അതും നമുക്ക് സന്തോഷം. ഒത്തിരി പേര് കേട്ടിട്ട് നേടി എന്ന് പറയുമ്പോൾ അതും നമുക്ക് സന്തോഷം. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. ഓഫർ ഫീൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങളുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്ന് മുതൽ
പരിശ്രമിച്ചു വരിക. തീർച്ചയായിട്ടും കേറ്ററ്റിന്റെ റെക്ടിഫൈഡ് കീയും റിസൾട്ടുകൾ വരുമ്പോൾ അതിന്റെ അപ്ഡേഷൻ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കേറ്ററ്റുമായി പുതിയ അപ്ഡേഷൻസും കേറ്ററ്റിന്റെ പുതിയ സ്റ്റൈലിലുള്ള ക്ലാസ്സസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.